ഓക്കെ, ഹലോ എവ്രി വൺ. അപ്പൊ ഇന്ന് നമ്മള് ഒരു പാൻ ഗ്രിൽ ചിക്കൻ ഫില്ലറ്റും ഒരു ഇറ്റാലിയൻ ഡിഷുമാണ് ഉണ്ടാക്കുന്നത്. ഒരു പസ്തയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം. കമോൺ, ലെറ്റ്സ് കുക്ക്. അപ്പൊ നമ്മള് പസ്ത കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പൊ ആദ്യം നമ്മൾ പസ്ത കുക്ക് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതുപോലൊരു പാത്രം വെക്കുക. അതിലേക്ക് നമുക്ക് ബോയിൽഡ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതാകുമ്പം പെട്ടെന്ന് ഇത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കുക്കായിട്ട് കിട്ടും. ഞാനൊരു 300 ഗ്രാം പസ്ത ആഡ് ചെയ്യാൻ പോകണം. സോൾട്ട്, ഒരു അല്പം ഒലിവ് ഓയിൽ. അപ്പോൾ എന്തിനാ ഒലിവ് ഓയിൽ ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പസ്ത കുക്കാകുമ്പോൾ ഇത് സ്റ്റിക്ക് ആവത്തില്ല, ഒന്നിച്ച് പിടിക്കത്തില്ല. അതിന് വേണ്ടിയാണ്. ഓക്കെ, ലെറ്റ് ഇറ്റ് കുക്ക്. ചിക്കൻ ഉണ്ടാക്കാനായിട്ട് 3 ചിക്കൻ ഫില്ലറ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഒന്ന് കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് കഴുകാതെയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഞാനിപ്പോൾ ഒന്ന് കഴുകിയിട്ട് ഫ്രൈൻ ആക്കിയെന്നുള്ളേ ഉള്ളൂ. പാൻ ഗ്രിൽ ചിക്കന് വേണ്ട മാരിനേഷൻ നോക്കാം. നമുക്കൊരു ടീസ്പൂൺ പെപ്പർ വേണം. കുറച്ച് കൈൻ പെപ്പർ ആഡ് ചെയ്യണം, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് പപ്പരിക്കയാണ്. പപ്പരിക്ക ഒരു ഓൾമോസ്റ്റ് ടീസ്പൂൺ. അല്പം ഒറിഗാനോ, സോൾട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫില്ലറ്റ്സിനെ ഒന്നിങ്ങനെ അരിഞ്ഞു കൊടുക്കാം. എല്ലാ സൈഡും ഒരുപോലെ വെന്തി കുക്കാവും. എന്നിട്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 15-20 മിനിറ്റ്സ് ഈ ഫില്ലറ്റിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, ചിക്കൻ നമുക്ക് പാൻ കിട്ടുന്ന ആദ്യം ഒരു പാൻ വെക്കുക. അല്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, ഒരു 1 to 2 സ്പൂൺ. അതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ഫില്ലറ്റിനെ വെച്ച് കൊടുക്കാം. ഓക്കെ, അതോടെ കുക്കാവട്ടെ. അപ്പോൾ അടുത്തത് നമ്മൾ പസ്തയ്ക്കുള്ള സോസിന് വേണ്ടിയാണ്. ഒരു വലിയൊരു ഒനിയൻ വേണം, ഒരു 4 ഗാർലിക് ക്ലോവ്സ് വേണം. അത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. പസ്ത നമ്മൾ വെച്ചത് കുക്കായിട്ടുണ്ട്, അതൊന്ന് ഡ്രെയിൻ ചെയ്യാം. ഉണ്ട് ഉണ്ടാക്കേണ്ടത് പസ്തയ്ക്കുള്ള സോസാണ്. അതിനൊരു പാൻ വെക്കാം. അതിലേക്ക് നമുക്കൊരു 2-3 സ്പൂൺ ഒലിവ് ഓയിൽ വെച്ച് കൊടുക്കാം. ഒലിവ് ഓയിൽ ചൂടായപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ആദ്യം ചേർക്കാം. അപ്പം ഗാർലിക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയി. അതിലേക്ക് നമുക്ക് ഒനിയൻ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. കൂടെ ആഡ് ചെയ്യുക. ഇതിലേക്കൊരു ബേ ലീവ്സ് 2 കഷ്ണമാക്കിയിട്ട് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് തൈമാണ്. ഫ്രഷ് തൈമാണ്. നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ പറിച്ചെടുത്താണ്. ഒരുപാട് വേണ്ട, കുറച്ച് മതി. അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒനിയൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ഡബിൾ ക്രീം ചേർക്കണം. 300 ml ഉണ്ട്, അതിലേക്ക് ചേർക്കാം. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കുക്കാവണം, ഒന്ന് തിക്കാവണം. അതുവരെ നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യും. അടുത്തതായിട്ട് വേണ്ട നമുക്ക് കുറച്ച് ചെറി ടൊമാറ്റോ ആണ്. നല്ല കളർഫുൾ അല്ലേ. ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇതിവിടെ നമുക്ക് ആ സോസിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. ഇതൊന്ന് തിക്കാവാൻ തുടങ്ങി. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർക്കേണ്ട ബ്ലാക്ക് പെപ്പറാണ്. ഒരു 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ കൂടി ചേർക്കാം. എന്നിട്ട് അല്പം പപ്പരിക്ക, ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂൺ. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പസ്ത ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അടുത്ത് ചേർക്കേണ്ടത് പാർമസാൻ ചീസാണ്. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ചീസാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റി ഇൻഗ്രീഡിയൻ്റ്. അപ്പം ആവശ്യത്തിന് ചേർക്കാം. കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഹെൽത്തി ഓപ്ഷൻ വേണ്ടവർക്ക് കുറച്ച് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് അരിഞ്ഞ് ബ്ലാക്ക് ഒലീവ്സ് ഇങ്ങനെ 2 പീസായിട്ട് മുറിച്ചാണ് അതുകൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ പസ്ത റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പെർഫെക്റ്റ്. അങ്ങനെ പസ്ത റെഡി. പാൻ ഗ്രിൽ ചിക്കൻ ബ്രെസ്റ്റ് റെഡി. നൗ ടേസ്റ്റിംഗ് ടൈം. So tasty. ട്രൈ ചെയ്യണം.
അധികം സമയം എടുക്കത്തില്ല, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല. വിതിൻ 30 മിനിറ്റ്സ് നല്ലൊരു ഡിഷ് ഉണ്ടാക്കാം. എൻജോയ്.